വരുൺ എന്താ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയേ? ആ മാം പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ആറ്റിറ്റ്യൂഡ് ഒന്ന്, എനിക്കതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ആഹാ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 4 ഇയേഴ്സ് നീ എങ്ങനെ സഹിക്കും? അതൊക്കെ നോക്കാം, എനിക്കിവിടെ പഠിക്കണമെന്ന ഒരു ആഗ്രഹവും ഇല്ല. അപ്പോൾ താൻ ഇഷ്ടപ്പെട്ടല്ലേ ഈ കോഴ്സ് എടുത്ത്? ഞാൻ വെറും ടൈം പാസിന് വന്നേ, എനിക്ക് ബിസിനസ്സിലാണ് താല്പര്യം. അർജുന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. ടൈമായി, രണ്ടാം ക്ലാസ്സിൽ വരുന്നില്ലേ? ആ ഞങ്ങൾ എത്തിയേക്കാം, നിങ്ങൾ പോയിക്കോ. ഓക്കെ ബൈ. എടാ എന്നാൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ആടാ പോവാം. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. The profiling power of Belrona force capital was later transformed by physician like Bolot Karma and Wolf and the Council of Patient doing the prevalence of the magnet from the epidemic. Only as disease forms its to discover a prophylactic pastor was to silent and fatal epidemic of the Asiatic cholera. At first he complained that prevalence of colony weak about the same purpose he speaks heavily the specific power of the terror born in this street. ഇതെന്താടാ ട്രെയിൻ പോലെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്നേ? നിനക്കെന്താ ബോറടിക്കുന്നില്ലേ? ബോറടിക്കുന്നില്ലേന്നോ? തല വേദനിക്കുന്നു. Only as disease forms its to discover a prophylactic pastor recommended also for the influence of this netland and his strategy. This is most striking correlation by researchers of Dr. Bob Test of minus 10% until this past have been outlined recommended centers for research. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലെ ഒന്നും ക്ലിയർ ആയിട്ട് ആരും പഠിപ്പിച്ചു തരത്തില്ല. നിങ്ങൾക്ക് വലിയ പിള്ളേരാണ്, നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കേണ്ടവരാ. അത് ശരിയാ, ഇതുപോലെ ക്ലിയർ ആയിട്ട് ആരും പഠിപ്പിച്ചു തരത്തില്ല. ഓക്കെ ബൈ സ്റ്റുഡൻസ്, അടുത്ത ക്ലാസ്സിൽ കാണാം. ക്യാൻറ്റീൻ്റെ ഫുഡ് കഴിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം. ഇവ എന്തിനാ നമുക്ക് വെറുതെ ഫുഡ് വാങ്ങി തരുന്നത്? ഞാനില്ല. വാടി, ഏതായാലും പോവാൻ, നമ്മളെ വിളിച്ചതല്ലേ. തൻ്റെ പേരെന്താ? എൻ്റെ ആണോ? അഞ്ജലി. ഇപ്പം മനസ്സിലായോ? അവൻ നൈസിൽ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളെ എല്ലാവരെയും ക്യാൻറ്റീനിൽ വിളിച്ചേ. നീ വാ, നമുക്കും കമ്പനി അടിക്കാം. എനിക്കൊന്നും വേണ്ട. ഇതുപോലെയുള്ളവന്മാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. എന്തൊരു ആറ്റിറ്റ്യൂഡാ. ഏതായാലും വെറുതെ ഒരു ഫുഡ് കിട്ടണല്ലേ, ഒന്ന് വാ നീ. സാർ എൻ്റെ അടുത്ത് നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുള്ള, ഞാൻ പോട്ടെ. ഒന്ന് വാടോ. നിങ്ങൾക്കൊക്കെ എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ അവളുടെ കൂടെ വന്നേ. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർക്കോ? എടാ നിനക്കെന്താ വേണ്ടേ? എനിക്കൊരു ചിക്കൻ ബിരിയാണി. അഞ്ജലിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കൂ പ്ലീസ്. കണ്ടോ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവ എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് എവിടെ ഒന്നും ഇരിക്കാം, ഞാൻ പോവാം. നമ്മളെ യൂസ് ചെയ്ത് അവളുടെ അടുത്ത് സംസാരിക്കാനുള്ള പ്ലാനാ. എന്തിനാ നമ്മൾ വെറുതെ അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുക. ആ, എന്നാ ഒരു കോഫി മതി. എടാ എന്തായാലും ഈ ബാച്ചിൽ നമ്മൾ 5 പേരേ ഉള്ളൂ. അപ്പം നമുക്ക് 5 പേർക്കും ഫ്രണ്ട്സ് ആയാലോ? ഓക്കെ, ഫ്രണ്ട്സ് ആവാൻ പറ്റിയ ആള്. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ മാറാം. ഏയ്, ഞങ്ങൾക്ക് എന്ത് വിരോധം? ഓക്കെ, നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. എൻ്റെ പേര് വരുൺ. എൻ്റെ അച്ഛനും അമ്മയും ബിസിനസ്സാണ് ചെയ്യുന്നത്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ പേര് അർജുൻ. എൻ്റെ അമ്മയും അച്ഛനും ഗവൺമെൻറ് സർവീസാണ്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ പേര് സാറ. എൻ്റെ അച്ഛനമ്മയും ഗവൺമെൻറ് സർവീസിലാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ പേര് ലീന. എൻ്റെ അച്ഛനൊരു കർഷകനാണ്. അമ്മയ്ക്ക് ജോലിയില്ല, ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. എൻ്റെ പേര് അഞ്ജലി. എൻ്റെ അച്ഛനമ്മയും ബിസിനസ്സാണ്. സിബ്ലിങ്സ് ഒന്നും ഇല്ല അഞ്ജലിക്ക്? ഇല്ല. കണ്ടോ, അവൻ അഞ്ജലിയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ എന്തിനാ അവൻ നമ്മുടെ അടുത്ത് 5 പേരടുത്തും ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് അങ്ങ് ഡയറക്റ്റായിട്ട് ഫ്രണ്ട് ആയാൽ പോരെ? അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് അർജൻ്റെ അടുത്ത് കൂടാം. അവൻ നല്ലവനാ. സാറേ, എന്തായാലും ടൈമായി, ഞാൻ പോവുക, അല്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. നീ കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ, നീ എന്തിനാ വീട്ടുകാരെ പേടിക്കുന്നത്? ഇല്ല, അമ്മ കാത്തിരിക്കും, അതാ. ഇപ്പോഴേക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാതെ ഇനി എപ്പോൾ ചെയ്യാനാ? പോകുന്നവർ പോട്ടെ, നീ തടയണ്ട. ഓക്കെ അഞ്ജലി, സാറ, അർജുൻ, ബൈ. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വന്ന പാടെ രണ്ടാളും കീരിയും പാമ്പും. അതൊക്കെ ശരിയായിക്കോളൂ, ഹോം സിക്നെസ് ഉള്ള കുട്ടിയാ. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. അമ്മേ, ഞാൻ വന്നു. ആഹാ, വന്ന പാടെ കയറി കിടക്കാൻ തുടങ്ങിയോ? അയ്യോ അമ്മേ, ഞാൻ തളർന്നു പോയി. എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം. ആഹാ, പഠിക്കാനല്ലേ പോയേ? ചുമടെടുക്കാനൊന്നും അല്ലല്ലോ. എനിക്കിപ്പോൾ അമ്മയുടെ അടുത്ത് തർക്കിക്കാൻ മൂടില്ല, പിന്നെ തർക്കിക്കാം. പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് ചായ എടുത്ത് കുടിക്ക്. അതെടുത്ത് മൂടി വെക്കാമേ, പിന്നെ കുടിക്കാം. നിനക്ക് അപ്പോഴെപ്പോഴാ ചൂടാക്കി തരാൻ എനിക്ക് പറ്റില്ല. വേഗം വാ. വരാം.